പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ കാഴ്ചക്കാർ ഏറെ ശ്രദ്ധിച്ച മറ്റൊരു സാന്നിധ്യം കൂടിയുണ്ട്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർക്ക് അതിനായുള്ള സത്യവാചകം അടങ്ങിയ ഫയൽ കൈമാറുന്ന വാസുകി IAS. സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലാകെ ശ്രദ്ധേയമാവുകയാണ് വാസുകിയുടെ ദൃശ്യങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏറ്റവും ആളുകൾ ശ്രദ്ധിച്ച മുഖം, ക്യാമറ കണ്ണുകളും സോഷ്യൽ മീഡിയയും ഒരുപോലെ ശ്രദ്ധിച്ച മുഖം എന്നിങ്ങനെ നീളുന്ന ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വാചകങ്ങൾ വാസുകിയെ അറിയാത്ത ചിലരെങ്കിലും ആരാണെന്നറിയാൻ ഗൂഗിളിൽ പരതിയിട്ടുണ്ടെന്നും പോസ്റ്റുകളിൽ വ്യക്തമാണ്. എന്നാൽ സത്യവാചകം അടങ്ങിയ ഫയൽ കൈമാറുന്ന വ്യക്തി മാത്രമല്ല വാസുകി IAS. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പടിയിറങ്ങി കഴിഞ്ഞ ദിവസമാണ് വാസുകി ഗവർണറുടെ സെക്രട്ടറിയായി ചുമതലയേറ്റത്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. VD സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിൽ മാത്രമല്ല, 2016 പിണറായി വിജയൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതും ഡോക്ടർ K വാസുകി ആയിരുന്നു. 2008 ചെന്നൈ സ്വദേശിയായ വാസുകി സിവിൽ സർവീസിലെത്തുന്നത്. മധ്യപ്രദേശ് കേഡറിലായിരുന്നു നിയമനം. ഭർത്താവ് ഡോക്ടർ S കാർത്തികേയൻ കൂടി സിവിൽ സർവീസിൽ എത്തിയ ശേഷം 2013 ഇരുവരും കേരള കേഡറിലേക്ക് മാറുകയായിരുന്നു. ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിൽ ആദ്യ സേവനം. തുടർന്ന് 2017 തിരുവനന്തപുരത്തിന്റെ കലക്ടർ. 2018 കേരളത്തെ പ്രളയം വിഴുങ്ങിയപ്പോൾ ദുരന്തത്തിൽ നിന്നും കരകയറാൻ കേരളത്തിന് കരുത്തേകിയ കരങ്ങളിൽ വാസുകിയുമുണ്ടായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ജോലി ഉപേക്ഷിച്ചാണ് വാസുകി സിവിൽ സർവീസിലെത്തിയത്. സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. ഡോക്ടറായാൽ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നിയത് കൊണ്ടാണ് MBBS ചേർന്നതെന്ന് ഒരിക്കൽ വാസുകി പറഞ്ഞിരുന്നു. പിന്നീട് മനസ്സിലായി ഡോക്ടറെക്കാളും ഒരു IAS ഓഫീസർക്ക് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന്. അങ്ങനെ സിവിൽ സർവീസിലേക്ക്. അതേസമയം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തി VD സതീശൻ കേരളത്തിൻ്റെ 24ാമത്തെ മുഖ്യമന്ത്രിയായി ആ കസേരയിൽ എത്തിയ 13ാം വ്യക്തിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മന്ത്രിസഭയിലെ രണ്ടാമനായ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ 20 മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. UDFന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് അധികാരമേൽക്കുന്ന കാഴ്ചക്കും കേരളം സാക്ഷിയായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നീണ്ട നിരയെ വേദിയിലിരുത്തിയാണ് മന്ത്രിസഭ അധികാരമേറ്റത്.